ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരവുമായിട്ടാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വഴിയേ കാണാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ, എന്നിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കാം. ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പത്തിന് വറുത്ത പൊടിയാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ മാവിന് നല്ലൊരു മയം കിട്ടുമേ. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ചിട്ട് വേണേ ഒഴിക്കാനായിട്ട്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി, വേണ്ടതനുസരിച്ചിട്ട്. അപ്പം ഞാനിവിടെ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. കൈ കൊണ്ട് കുഴക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് സ്പൂണും കൊണ്ട് കുഴക്കണത്. അപ്പോൾ വെള്ളം പോരാ, കുറച്ചും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടെ ഇളക്കി വെക്കാം. ഇപ്പോൾ വെള്ളം തികയാതെ വരുവേ. ഇനി ഞാനിതൊന്ന് മൂടി വെക്കുക. അപ്പോൾ പൊടിയൊക്കെ നല്ലതുപോലെ കുതിർന്ന് കിട്ടും. എന്നിട്ട് അവസാനം കുഴച്ചെടുക്കാം. അപ്പം ഞാനൊരു ചട്ടിയിലേക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. 1 മുറി തേങ്ങ ചിരകിയതാണ്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടിയോ ചുക്കുപൊടിയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ ഈ ശർക്കരയുടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ ചക്ക വരട്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചേക്കുമായിരുന്നു. അതാണ് ഇങ്ങനെ മുറിച്ചെടുത്തത്. തീർന്നു. ഇനിയില്ല. ഇനിയിപ്പോൾ ഈ വർഷം കിട്ടുമല്ലോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ ഐസൊക്കെ പോയി നല്ലപോലെ ഒന്ന് മിക്സ് ആവട്ടെ. കണ്ട, ഇതുപോലെ നല്ലപോലെ വരട്ടിയെടുക്കണം. അപ്പോൾ ഈ ചക്ക വരട്ടി വെച്ച സമയത്ത് ഏലക്കാപ്പൊടിയും ജീരകവും ഒക്കെ ചതച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഇടാത്തത്. അങ്ങനെ ഇടാത്തവരാണെങ്കിൽ ഇപ്പം ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതേ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുഴച്ച് വെച്ച മാവ് നമുക്ക് വെച്ച് പരത്തിയെടുക്കാം. അട എല്ലാ ആൾക്കാർക്കും ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നല്ല പോലെ പരത്തിയെടുക്കണം. ഇല ഇത്തിരി ചെറിയ ഇലയായിരുന്നു. ഇനി ഈ വഴനയില ഉണ്ടെങ്കിൽ ഇപ്പം ഈ ശർക്കരയും ചക്കയും മാവും എല്ലാം കൂടി ഇട്ട് കുഴച്ച് നമുക്ക് അതിൽ വെച്ചുണ്ടാക്കാം. അപ്പോൾ ആ ഇലയുടെയൊക്കെ നല്ലൊരു മണം ഉണ്ടാവും. വാഴയിലയിലും ഉണ്ടാവും. നല്ലൊരു രുചിയായിരിക്കും വാഴയിലയിൽ ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്ക് കുറേശ്ശെ ഈ വരട്ടി വെച്ചിരിക്കുന്ന ചക്കയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അമർത്തി കൊടുക്കണേ. ഇനി നമുക്കിത് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഇഡ്ഡലിയുടെ തട്ട് വെച്ചിട്ട് അതിലാണ് വെച്ച് കൊടുക്കണേ. അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇത് അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഇപ്പോൾ ഈ ചക്കപ്പഴം ഇല്ലെങ്കിൽ തന്നെയും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ചക്കപ്പഴം ഇല്ലെന്നേ ഉള്ളൂ, അതിനും രുചിയുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചക്ക വരട്ടിയതും കൂടെ വെച്ച് കൊടുക്കാം. ഞാൻ ഈ ചക്ക വരട്ടിയപ്പോൾ അതിൽ നെയ്യും എല്ലാം ഒഴിച്ചതാണ്. അതുകൊണ്ടാണ് ഇതിൽ നെയ്യ് ഒഴിക്കാതിരുന്നത്. പതുക്കെ അമർത്തിയിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ദേ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. കൈ പൊള്ളിപ്പോയേ. അപ്പോൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. അപ്പം ഇതേപോലെ ഒരു അട ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. താങ്ക് യു.